ഒരുപാട് സന്തോഷം ഈ വേദിയിൽ സംസാരിക്കാൻ പറ്റിയാൽ. റേഡിയോയിൽ കഥ പറയുന്ന ഒരാളാണ്, അതുകൊണ്ട് വളരെ ചെറിയൊരു കഥ ചൊല്ലട്ടുമാ. വളരെ താന്തോന്നിയായ ഒരു കുട്ടി ഉണ്ടായിരുന്നു അമേരിക്കയിൽ. താന്തോന്നി എന്ന് പറഞ്ഞാൽ വളരെ താന്തോന്നി, പഠിക്കാൻ തീരെ താല്പര്യമില്ല. വളരെ ദരിദ്രമായ ഒരു കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. സ്കൂളിൽ പല വിധത്തിലുള്ള കുരുത്തക്കേടുകൾ ഒപ്പിക്കും. ടീച്ചേഴ്സിനെ ആരെയും റെസ്പെക്റ്റ് ചെയ്യില്ല. ടീച്ചേഴ്സിനെ സാർ, മിസ്റ്റർ ഇതുപോലെ ഒന്നും വിളിക്കുക പോലും ഇല്ല. എല്ലാ ടീച്ചേഴ്സിനെയും പേര് ചൊല്ലി വിളിക്കുന്ന അത്രയും കുരുത്തക്കേടുള്ള ഒരു കുട്ടി. ഈ കുട്ടി ഒരു ദിവസം എന്തൊക്കെയോ ക്ലാസ്സൊക്കെ കട്ട് ചെയ്ത് പല തരികിടയൊക്കെ ഒപ്പിക്കാൻ വേണ്ടിയിട്ട് ലൈബ്രറിയിൽ എത്തിപ്പെടുകയാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ പുസ്തകങ്ങളൊക്കെ നോക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു പുസ്തകത്തിൻ്റെ പുറം ചട്ടയിൽ അവൻ്റെ കണ്ണുടക്കി. അപ്പോൾ അത് ഫ്രാങ്ക് എർബി എഴുതിയൊരു പുസ്തകമാണ്. ദ ട്രഷർ ഓഫ് പ്ലസന്റ് വാലി എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. അപ്പോൾ ഈ പുസ്തകത്തിൻ്റെ പുറം ചട്ടയിൽ ഒരു അർദ്ധനഗ്നയായ സ്ത്രീ ഇരുന്ന് പുകവലിക്കുന്ന ചിത്രമാണ്. ഈ ചിത്രം കണ്ടപ്പോൾ അന്നത്തെ ആ 16 വയസ്സായ കുട്ടിക്ക് ഭയങ്കരമായ ഒരു പ്രലോഭനം തോന്നി. ഈ പുസ്തകത്തിൽ തൻ്റെ ആസക്തിക്ക് പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ച് ആ പുസ്തകം അവൻ അവിടെ നിന്ന് മോഷ്ടിക്കുകയാണ്. ഈ പുസ്തകം മോഷ്ടിച്ച് വീട്ടിൽ കൊണ്ടുപോയി ആദ്യത്തെ ഒരു 3-4 പേജ് വായിച്ച് നോക്കിയപ്പോൾ വീണ്ടും വീണ്ടും വായിക്കാൻ തോന്നി. അങ്ങനെ അവൻ ആ പുസ്തകം മുഴുവനായിട്ട് അടുത്ത കുറച്ച് ദിവസങ്ങൾ കൊണ്ട് വായിച്ച് തീർത്ത് പിന്നീട് മോഷ്ടിച്ച ആ പുസ്തകം ലൈബ്രറിയിൽ എടുത്ത സ്ഥലത്ത് തന്നെ തിരിച്ചു വെക്കാൻ വേണ്ടി ചെന്ന് നോക്കുമ്പോൾ ഈ പുസ്തകം എടുത്തതിൻ്റെ തൊട്ടടുത്തായിട്ട് ഫ്രാങ്ക് എർബി തന്നെ എഴുതിയിട്ടുള്ള മറ്റൊരു പുസ്തകം. അങ്ങനെ അവൻ അതെടുത്ത് വീട്ടിലേക്ക് പോയി. അടുത്ത കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ആ പുസ്തകം അവൻ വായിച്ച് തീർത്തു. അത് കഴിഞ്ഞ് തിരിച്ചു കൊണ്ടുവെക്കാൻ നേരത്ത് ഫ്രാങ്ക് എർബിയുടെ മറ്റൊരു പുസ്തകം, അതും ഇതുപോലെ കൊണ്ടുപോയി വായിച്ചു. 4-മതും പോയപ്പോൾ 4-മതും ഇതേ ഓതറുടെ ഒരു പുസ്തകമുണ്ട്, അതും എടുത്തു കൊണ്ടുപോയി മുഴുവനായിട്ട് വായിച്ചു. ഇങ്ങനെ ഒരു 4 പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈ കുട്ടിക്ക് വായനയുടെ ഒരു സുഖം മനസ്സിലായി. പിന്നീട് അങ്ങോട്ട് അവൻ വായന തുടങ്ങി. വായനയോട് വായന. പിന്നെ ആൾക്കാർക്ക് ഗ്രഹിക്കാൻ പോലും വളരെ പ്രയാസമുള്ള പുസ്തകങ്ങളൊക്കെ ഇവൻ വായിച്ചു തുടങ്ങി. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പത്രങ്ങളും മാസികകളും ഒക്കെ വായിച്ചു തുടങ്ങി. പിന്നെയും കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ സ്കൂളിലുള്ള പുസ്തകങ്ങളും വായിക്കാൻ തുടങ്ങി. അങ്ങനെ പഠിത്തത്തിൽ പിന്നിലായിരുന്ന കുരുത്തക്കേടുള്ള ആ കുട്ടി നന്നായി വായിച്ച് പഠിച്ച് പരീക്ഷ പാസ്സായി. പിന്നീട് കോളേജിലെത്തി, നിയമത്തിൽ ബിരുദം നേടി. അങ്ങനെ അർക്കൻസാസിലെ അന്നത്തെ ജില്ലാ പ്രോസിക്യൂഷൻസ് അറ്റോർണി വരെയായിട്ട് മാറി. കുറച്ചുകൂടി നാൾ കഴിഞ്ഞപ്പോൾ അവിടെ തന്നെ ജഡ്ജായിട്ടും നമ്മുടെ പയ്യൻ വളർന്നു. ആൻഡ് അയാളുടെ പേരാണ് ഒല്ലി നീൽ. നിങ്ങളിൽ പലരും ഈ കഥ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. ആക്ച്വലി ഒല്ലി നീലിന് അന്ന് സ്കൂളിൽ പഠിക്കുമ്പോൾ കിട്ടിയ ആ ഒരു ശീലം ഉണ്ടല്ലോ, വായനയോടുള്ള ഒരു ആസക്തി, ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കാനുള്ള ഒരു താല്പര്യം, ഒന്നിന് പിറകെ ഒന്നായിട്ട് ഇങ്ങനെ വായിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം, അത് തന്നെയല്ലേ സത്യം പറഞ്ഞാൽ ലഹരി. ലഹരിയുടെ ഡെഫിനിഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഉണ്ടാവുക: നമ്മുടെ തലച്ചോറിനെ ഉത്തേജിപ്പിക്കുന്ന, വീണ്ടും വീണ്ടും കാണാനും ഉപയോഗിക്കാനും തോന്നുന്നത് എന്തൊക്കെയാണോ അതൊക്കെയും ലഹരിയാണ്. അപ്പോൾ വായന ഒരു ലഹരിയാണ്, പലർക്കും വാഹനങ്ങൾ ഒരു ലഹരിയാണ്, ഫുട്ബോൾ ഒരു ലഹരിയാണ്, ഇന്നിപ്പോൾ ഫൈനൽ മാച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്, ക്രിക്കറ്റ് ഒരു ലഹരിയാണ്, എൻ്റെ സുഹൃത്ത് RJ മനുവിന് സ്റ്റേജ് ഒരു ലഹരിയാണ്, ഇവിടെ കൂടിയിരിക്കുന്ന പല ഇൻഫ്ലുവൻസേഴ്സിനും വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു ലഹരിയാണ്. ഇതെല്ലാം തന്നെ നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ലഹരീസാണ് അല്ലേ? പക്ഷെ ഒരാൾക്ക് നാച്ചുറലായിട്ട് ഇങ്ങനെ ഒരു ലഹരി കിട്ടിയിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ അയാൾ സിന്തറ്റിക് ആയിട്ടുള്ള ഒരു ലഹരി തേടി പോകാനുള്ള സാധ്യതയുണ്ട്. ഈ തൈറോയിഡ് പേഷ്യൻസിനെയൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരുടെ തൈറോയിഡ് ഗ്ലാൻഡ് ശരീരത്തിന് ആവശ്യമായ തൈറോയിഡ് ഹോർമോൺ ഡെയിലി ഉൽപ്പാദിപ്പിക്കുന്നുണ്ടാവില്ല. അപ്പോൾ അതിന് പകരമായി സിന്തറ്റിക് ആയിട്ടുള്ള ഒരു തൈറോയിഡ് ഹോർമോൺ ഒരു ഗുളിക രൂപത്തിൽ എല്ലാ ദിവസവും അവർ കഴിച്ചുകൊണ്ടേയിരിക്കണം. ആ രീതിയിൽ സിന്തറ്റിക് ആയിട്ട് ലഹരി തേടി പോകുന്നത് നാച്ചുറൽ ആയിട്ടുള്ള ഇതുപോലുള്ള ലഹരി കിട്ടാത്തത് കൊണ്ടായിരിക്കില്ലേ? പക്ഷെ നാച്ചുറൽ അല്ലാത്ത എന്ത് സംഭവം ഉപയോഗിച്ചാലും അതിനെല്ലാം തന്നെ ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടാവും അല്ലേ? അതുപോലെ ഈ സിന്തറ്റിക് ആയ ലഹരികളുടെ ഒരു സൈഡ് എഫക്റ്റ് ആണ്, അത് അവനെ മാത്രമല്ല അവൻ്റെ കുടുംബത്തെയും അവൻ്റെ ബന്ധങ്ങളെയും ഒരുപക്ഷെ അവൻ്റെ ഭാവിയെയും അവൻ്റെ സ്വപ്നങ്ങളെയും എല്ലാത്തിനെയും നശിപ്പിക്കും എന്നുള്ളതാണ്. സോ ഒരാൾ നാച്ചുറൽ ആയിട്ടുള്ള ലഹരിയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു ചോദ്യമുണ്ട്: ആരാണ് നാച്ചുറൽ ആയിട്ടുള്ള ആ ലഹരി ഒരാൾക്ക് വേണ്ടി കണ്ടെത്തേണ്ടത്? കാരണം ഓരോരുത്തർക്കും ലഹരി ഓരോന്നായിരിക്കും. ചിലർക്ക് ബൈക്കാണെങ്കിൽ, മറ്റൊരാൾക്ക് ഫുട്ബോൾ ആണെങ്കിൽ, മറ്റൊരാൾക്ക് ചിത്രരചനയാണെങ്കിൽ, വേറൊരാൾക്ക് വായനയാണെങ്കിൽ, ഓരോരുത്തരും അവരവരുടെ ലഹരി കണ്ടെത്തേണ്ട ഉത്തരവാദിത്വം ഉണ്ടാവുമല്ലോ. അത് ആർക്കാണ്? അവനവന് തന്നെയാണോ? ഒരിക്കലും അല്ല. അവനെ വളർത്തുന്ന ടീച്ചേഴ്സിനും പാരൻസിനുമാണ് സത്യം പറഞ്ഞാൽ ആ ലഹരി കണ്ടെത്തി കൊടുക്കാനുള്ള ഒരു ഉത്തരവാദിത്വം ഉള്ളത്. നേരത്തെ പറഞ്ഞു നിർത്തിയ ഒല്ലി നീലിൻ്റെ കഥയിൽ ഒരു ടൈലൻ്റ് കൂടിയുണ്ട്. വർഷങ്ങൾക്ക് ശേഷം ഒല്ലി നീൽ പഠിച്ച ആ സ്കൂളിൻ്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടക്കുകയാണ്. അപ്പോൾ ആ സംഗമത്തിൽ ഒരു ടീച്ചർ എത്തുന്നു, ഗ്രാഡി ടീച്ചർ. ആക്ച്വലി ഒല്ലി നീലിൻ്റെ കുരുത്തക്കേട് കാരണം പലതവണ സ്കൂളിൽ കരയിപ്പിച്ചിട്ടുണ്ട് ഒല്ലി നീൽ ഈ ടീച്ചറിനെ. അങ്ങനെ ഗ്രാഡി ടീച്ചർ ഈ സ്റ്റേജിൽ വന്ന് ഒരു വെളിപ്പെടുത്തൽ നടത്തുകയാണ്.
ഈ വെളിപ്പെടുത്തൽ കേട്ടപ്പോൾ ആക്ച്വലി ഒല്ലീനിയിൽ ആകെ ഞെട്ടിത്തരിച്ച് കരഞ്ഞുപോയി. ആ വെളിപ്പെടുത്തൽ ഇങ്ങനെയായിരുന്നു: നമ്മുടെ ഒല്ലീനിയിൽ ആദ്യമായിട്ട് ലൈബ്രറിയിൽ നിന്ന് പുസ്തകം വായിക്കുന്നത് നേരിട്ട് കണ്ട ഒരാളാണ് ഈ ഗ്രാഡി ടീച്ചർ. അന്ന് ഗ്രാഡി ടീച്ചർ ഒല്ലീനിയിലിനെ കയ്യോടെ പൊക്കിയില്ല, മറ്റു കുട്ടികളുടെ മുമ്പിൽ അധിക്ഷേപിച്ചില്ല, അവൻ്റെ ആത്മാഭിമാനത്തിന് ക്ഷതമേൽപ്പിച്ചില്ല. പകരം അവൻ എടുത്തുകൊണ്ടുപോയ പുസ്തകം ഏതാണെന്ന് നോക്കി. എന്നിട്ട് ആ പുസ്തകം അവൻ വായിച്ച് തിരിച്ചു കൊണ്ട് ആ ലൈബ്രറിയിൽ വെക്കുന്ന സമയം കൊണ്ട് അതേ ഓതറുടെ മറ്റൊരു പുസ്തകം അവിടെ കൊണ്ടുവച്ചു. അങ്ങനൊരു പുസ്തകം കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ നിന്ന് മെംഫിസ് എന്നൊരു സ്ഥലത്തേക്ക്, 70 മൈൽ അപ്പുറത്തുള്ള മെംഫിസ് എന്ന സ്ഥലത്തേക്ക് ഡ്രൈവ് ചെയ്ത് പോയി അവിടെ നിന്നാണ് ഇങ്ങനൊരു പുസ്തകം തപ്പിപ്പിടിച്ച് എടുത്ത് കൊണ്ടുവന്ന് ഗ്രാഡി ടീച്ചർ ഈ ലൈബ്രറിയിൽ സൂക്ഷിക്കുന്നത്. അതിനുശേഷം ഓരോ തവണ ഒല്ലീനിയിൽ ഈ പുസ്തകം വായിച്ച് തിരിച്ചു കൊണ്ടുവരുമ്പോഴും ഓരോ തവണയും നമ്മുടെ ടീച്ചർ മെംഫിസിലേക്ക് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോയി എല്ലാം സ്വന്തം കയ്യിൽ നിന്ന് കാശ് ചെലവിട്ടുകൊണ്ടാണ് ഈ ടീച്ചർ ഇത് ചെയ്യുന്നത്. അങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി പുസ്തകം കൊടുത്ത് വായന എന്ന ലഹരിയുടെ അടിമയാക്കി നമ്മുടെ ഒല്ലീനിയിലിനെ ഈ ടീച്ചർ മാറ്റിക്കളഞ്ഞു. ആക്ച്വലി നമ്മുടെ മക്കൾക്കും ഇതുപോലൊരു ഗ്രാഡി ടീച്ചറിന് ആവശ്യമുണ്ട്. നമ്മളായിരിക്കണം നമ്മുടെ മക്കളുടെ ഗ്രാഡി ടീച്ചർ. അവർക്ക് ആവശ്യമായ ഒരു ലഹരി കണ്ടെത്തി കൊടുക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഇന്നിപ്പോൾ ജെൻസി കുട്ടികളെ, പുതിയ കുട്ടികളൊക്കെ ലഹരിക്ക് അടിമപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അവരെ നമ്മൾ കുറ്റപ്പെടുത്തും. യഥാർത്ഥത്തിൽ അവരെ കുറ്റപ്പെടുത്തുന്നതിനേക്കാളും അതിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി നമുക്ക് കൂടിയില്ല, നമ്മൾ കൂടിയല്ല അത് തിരുത്തി കൊടുക്കേണ്ടത്. അതുമാത്രമല്ല, ഇന്നിപ്പോൾ ഇങ്ങനെ ലഹരി ഉപയോഗിക്കുന്ന മക്കൾ ഉണ്ടെങ്കിൽ, അങ്ങനെ ആരെങ്കിലും സിന്തറ്റിക് ആയിട്ടുള്ള ലഹരി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ളത്, നാച്ചുറൽ ആയിട്ടുള്ള ലഹരി അവരൊരു പക്ഷെ ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ടാവില്ല. അപ്പോൾ ലഹരി ഉപയോഗിക്കുന്നവർ തമ്മിൽ പരസ്പരം ഒരു റെക്കമെൻഡേഷൻ നടത്തും. പുതിയൊരു സാധനം വന്നിട്ടുണ്ട്, ഇങ്ങനെ നീ ഇതൊന്ന് ഉപയോഗിച്ച് നോക്കുന്നു. ആക്ച്വലി എനിക്ക് അവരോട് പറയാനുള്ളത്, നിങ്ങൾ ഈ ജീവിതമാകുന്ന ഈ ലഹരി ഒന്ന് ഉപയോഗിച്ച് നോക്ക്. നിങ്ങൾ ഇതുവരെ ഉപയോഗിച്ച് നോക്കിയിട്ടില്ലാത്തത് കൊണ്ടാണ്. ആൻഡ് ട്രസ്റ്റ് മീ, ലൈഫ് ഈസ് മോർ ഇൻടോക്സിക്കേറ്റഡ് ദാൻ ഡ്രഗ്സ്. വല്ലാത്തൊരു മയക്കുമരുന്നാണ് ലൈഫ്. അതെന്തുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്ന് വെച്ചാൽ, ഇത് ഉപയോഗിക്കുന്നവർ ഒരുപക്ഷെ ജീവിതമാകുന്ന ആ ലഹരി ശരിയായ രീതിയിൽ ഉപയോഗിച്ച് നോക്കിയിട്ടില്ലാത്തത് കൊണ്ടാണ്. അത് ആ രീതിയിൽ ഉപയോഗിച്ച് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ പാരൻസും ടീച്ചേഴ്സും ഒക്കെ ഈ പറഞ്ഞ രീതിയിൽ ഒരു ഗ്രാഡി ടീച്ചർ ആവുകയും നമ്മുടെ മക്കളുടെ ഗ്രാഡി ടീച്ചർ എന്ന ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് അവർക്ക് ആവശ്യമായ ലഹരി കണ്ടെത്തി കൊടുക്കുകയും ചെയ്യണം. അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. മുമ്പൊരു കുറ്റവാളി, തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ട ഒരു കുറ്റവാളിയുടെ കൺഫെഷൻ കേട്ടിട്ടുണ്ട്. ഞാൻ ചെറുപ്പത്തിൽ അടുത്ത വീട്ടിലെ പൂച്ചയെ കല്ലെറിഞ്ഞപ്പോൾ അടുത്ത വീട്ടിലെ അയൽവാസികൾ വന്ന് പരാതി പറഞ്ഞപ്പോൾ എൻ്റെ മോൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ് എന്നെ സപ്പോർട്ട് ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇന്നിങ്ങനെ ആയി തീരില്ലായിരുന്നു എന്നാണ് ആ കൺഫെഷൻ. ആക്ച്വലി പലപ്പോഴും നമുക്ക് ഇന്ന് പാരൻസിന് പറ്റുന്നൊരു മിസ്റ്റേക്കാണ്, എൻ്റെ പാരൻസ് ഇത് ഉപയോഗിച്ചിട്ടില്ല, എൻ്റെ ഗ്രാൻഡ് പാരൻസും ഇത് ഉപയോഗിച്ചിട്ടില്ല, ഞാനും ഇത് ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ട് നാളെ എൻ്റെ മകനും ഇത് ഉപയോഗിക്കില്ല എന്നുള്ള ഭയങ്കരമായ വിശ്വാസമാണ്. കാലം മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മക്കൾ ഡിജിറ്റൽ വേൾഡിലായാലും പുറത്തായാലും പല കാര്യങ്ങൾ കണ്ടുകൊണ്ടും എക്സ്പീരിയൻസ് ചെയ്തും കൊണ്ടിരിക്കുകയാണ്. സോ ആ ഒരു ചിന്താഗതി മാറ്റുകയും നമ്മുടെ സ്വന്തം മക്കളുടെ ഗ്രാഡി ടീച്ചറായി നമ്മൾ മാറുകയും ചെയ്യുക. ലെറ്റ്സ് ടേക്ക് ദാറ്റ് ഫസ്റ്റ് സ്റ്റെപ്പ്. താങ്ക് യു.